ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഞങ്ങൾ കുറേ കാലം എന്ന് പറയുമ്പോൾ ഏകദേശം 15 വർഷമായിട്ട് കേരളത്തിലെ മാർക്കറ്റിലുണ്ട്. പ്രത്യേകിച്ചും സ്മോൾ ആൻഡ് മീഡിയം ലെവൽ ഓൺട്രപ്രണേഴ്സിനെ കൺസൾട്ട് ചെയ്തുകൊണ്ട്. SMEs സ്ഥിരമായി അനുഭവിക്കുന്ന ഒരു പ്രശ്നം ബ്രാൻഡിംഗ് ആണ്. അതായത് അവർക്ക് അവരുടെ പല പ്രൊഡക്റ്റുകളെയും, നല്ല പ്രൊഡക്റ്റുകളാണെങ്കിൽ പോലും അവർക്ക് അതിനെ ബ്രാൻഡ് ചെയ്യാനോ സ്കെയിൽ ചെയ്യാനോ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർ ഈ പ്രശ്നം പ്രധാനമായും ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, പല പ്രൊഡക്റ്റുകൾക്കും അവരുടെ കോമ്പറ്റിറ്റേഴ്സിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഡിഫറൻഷിയേഷൻ പറയാൻ സാധിച്ചിട്ടില്ല. അതായത് നമ്മൾ പറയുന്ന USP, UBP എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് പറയുക എന്നുള്ളതല്ലാതെ കൃത്യമായി എന്ത് USP ഉണ്ടെന്ന് പല ആളുകൾക്കും പറയാൻ സാധിക്കാറില്ല. ഞാനിപ്പോൾ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഔട്ട്ലെറ്റ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് എന്ത് ഡിഫറൻസ് ആണ് KFC ആയിട്ട്, അല്ലെങ്കിൽ SFC ആയിട്ട്, അല്ലെങ്കിൽ ചിക്കിങ് ആയിട്ട് എന്നൊന്നും പറയാൻ പലപ്പോഴും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് തോന്നുന്ന തരത്തിൽ ഒരു ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ പലപ്പോഴും നമുക്ക് ഇത് ഭയങ്കര ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, വ്യത്യസ്തമാണ് എന്നൊക്കെ തോന്നാമെങ്കിലും കസ്റ്റമറിന് അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ പല സ്ഥലങ്ങളിലും തോന്നാറില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടേതായിട്ടുള്ള യുണീക്നെസ് നിങ്ങളുടെ പ്രൊഡക്റ്റിനോ സർവീസിനോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഒരു കസ്റ്റമർ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് മേടിക്കണം? ചിലപ്പോൾ പ്രൊഡക്റ്റിലാവണമെന്നില്ല നിങ്ങളുടെ യുണീക്നെസ്, ചിലപ്പോൾ നിങ്ങളുടെ സർവീസ് ഡെലിവറിയിലായിരിക്കാം, നിങ്ങൾ കൊടുക്കുന്ന ആംബിയൻസിലായിരിക്കാം, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിലായിരിക്കാം, നിങ്ങളുടെ സ്റ്റാഫിലായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു യുണീക്നെസ് നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. അതർവൈസ് നിങ്ങൾക്ക് ഇത് ബ്രാൻഡ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. രണ്ടാമത്തെ പോയിന്റ്, കേരളത്തിൽ സ്ഥിരമായി കാണുന്ന ഒരു കാര്യം, മെയിൻറ്റെയിനിങ് ബ്രാൻഡ് കൺസിസ്റ്റൻസി എന്നുള്ള സംഭവം തീരെയില്ല എന്നുള്ളതാണ്. നമ്മൾ വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. നമ്മളൊരു ലോഗോ ഉണ്ടാക്കും, പക്ഷെ ആ ലോഗോ കറക്റ്റായിട്ടുള്ള സ്ഥലത്തോ സമയത്തോ കളറിലോ ഒന്നും ഉപയോഗിക്കാറില്ല. അതിൻ്റെ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് നമ്മൾ പാലിക്കാറില്ല. ഒരു കളർ തീം ഉണ്ടാക്കിയാൽ അത് സ്ഥിരമായി ഉപയോഗിക്കാറില്ല. നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കിയാൽ ആ പാറ്റേണിൽ സെർവ് ചെയ്യാറില്ല. പലപ്പോഴും ബ്രാൻഡിനെ ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. യൂണിഫോമിൽ പോലും പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ബ്രാൻഡിങ് നമ്മൾ ചെയ്യാറില്ല. നമ്മളുടെ വാഹനങ്ങളുണ്ടെങ്കിൽ വാഹനങ്ങളെ കൃത്യമായി ബ്രാൻഡ് ചെയ്യാറില്ല. ഇതൊക്കെ കൃത്യമായി ലിവറേജ് ചെയ്യുകയും ബ്രാൻഡുകളെ ഒരു സ്റ്റാൻഡേർഡൈസേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് ഒരു കൺസിസ്റ്റൻസി ഫീൽ ചെയ്യുന്നതും കോൺഫിഡൻസും ട്രസ്റ്റും നമ്മളോടും നമ്മളുടെ ബ്രാൻഡിനോടും ഫീൽ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഒന്ന് ഉറപ്പിച്ചോളൂ, കൺസിസ്റ്റൻസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അടുത്ത പോയിന്റ്, ബിൽഡിംഗ് ബ്രാൻഡ് അവെയർനെസ് എന്നുള്ളതാണ്. നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ആളുകളെ അറിയിക്കണമല്ലോ. അതിനുവേണ്ടി കൃത്യമായി മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തേ പറ്റൂ. പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ കൃത്യമായ ഒരു തമ്പ് റൂളൊന്നും മാർക്കറ്റിങ്ങിൽ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ചില ആളുകൾ 10%, 15% ഓഫ് ടേൺ ഓവർ എന്നൊക്കെ പറയുമെങ്കിൽ പോലും നല്ല ഒരു എമൗണ്ട് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിന് വിസിബിലിറ്റി ഉണ്ടാവില്ല. ആളുകൾ അത് അറിയില്ല, തിരിച്ചറിയില്ല, മനസ്സിലാക്കില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കാൻ ഒരാളും വരികയുമില്ല. അപ്പോൾ ആദ്യത്തെ 1-2 വർഷമെങ്കിലും നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് ആളുകളെ അവെയർ ആക്കാൻ വേണ്ടി ശക്തമായ ഒരു 360 ഡിഗ്രി മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു കോംപ്രമൈസും പാടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ് അവെയർനെസ് ക്യാമ്പയിനുകളാണ് പലപ്പോഴും ബ്രാൻഡുകൾ തകരാനുള്ള അല്ലെങ്കിൽ വലുതാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. 4ാമത്തെ കാരണം, കൺസ്യൂമറിൻ്റെ പ്രിഫറൻസുകളെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതാണ്. നമ്മൾ പലപ്പോഴും ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എനിക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും. എനിക്ക് അറിയാവുന്ന ഒരു ജാം, ഒരു ബ്രാൻഡ് ഓഫ് ജാം, ഈ ജാം ഉണ്ടാക്കുകയും ഇവർ പല തരത്തിൽ മാർക്കറ്റ് ചെയ്യാൻ, കോടികൾ ചെലവഴിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത് മൂവ് ചെയ്യുന്നില്ല, അവർ വിചാരിച്ച വളർച്ച കൈവരിക്കുന്നില്ല. അതിനുശേഷമാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. ഈ ജാം ആദ്യമായിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഇത് എന്തുകൊണ്ട് ഒരാൾ മേടിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയും കിട്ടാതായി. കാരണം യാതൊരു തരത്തിലുള്ള ടേസ്റ്റും ഓൾറെഡി മാർക്കറ്റിലുള്ള ജാമുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാനില്ല. പക്ഷേ ഇതിൻ്റെ ഓണേഴ്സ് പറയുന്നത് ഇത് ഭയങ്കര രസമാണ്, ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷെ നമുക്കതൊരു കാരണവശാലും പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു താല്പര്യവും ഇഷ്ടവും എക്സൈറ്റ്മെൻറ്റും വെച്ചുകൊണ്ട് മാർക്കറ്റിനെ സമീപിച്ചാൽ, കൺസ്യൂമേഴ്സിനെ മനസ്സിലാക്കാതെ, കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസുകളെ മനസ്സിലാക്കാതെ
അവരുടെ മാറി വരുന്ന രീതികളെ മനസ്സിലാക്കാതെ നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ വലിയ പണി കിട്ടും. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും കൂടുതലായി ബ്രാൻഡിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങളെ സമീപിക്കാം. കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ഡിസൈൻ ആവട്ടെ, ബ്രാൻഡിൻ്റെ സ്ട്രാറ്റജികളാവട്ടെ, ബ്രാൻഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആവട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയും. കേരളത്തിലെ വളരെ പ്രമുഖമായിട്ടുള്ള 100-ലധികം ബ്രാൻഡുകളെ ഇത്തരത്തിൽ ബ്രാൻഡിങ്ങിൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.